ഹായ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ അഡീനിയം പ്ലാന്റിൻ്റെ കെയർ, അതിൻ്റെ പ്രൂണിങ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെ ബുഷിയായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാം, എന്നാൽ മാത്രമേ ഒരുപാട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. ഈ ഒരു വീഡിയോ 1 മാസം കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം പ്രൂണിങ് സ്റ്റേജ് തുടങ്ങി ഫ്ലവറിങ് വരുന്ന വരെയുള്ള സ്റ്റേജ് നമ്മളിത് കാണിക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാനിന്നേ അഡീനിയ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്നും അതെങ്ങനെയാണ് പ്രൂൺ ചെയ്ത് നല്ല ബുഷിയായിട്ട് ഇതുപോലെ നോക്കിയേ, ഈ പൂക്കൾ കണ്ട ഇതേപോലെ ഒത്തിരി ഇതെളുപ്പ് വന്ന് എങ്ങനെയാണിത് ബുഷിയായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. നമുക്ക് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ 6 മാസം നിറച്ച് പൂക്ക് തരുന്ന ഈ അഡീനിയ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഈ രീതിയിലാക്കിയെടുത്തതിൻ്റെ എൻ്റെ ഓരോ ഘട്ടവും പ്രൂൺ ചെയ്തതിന് ശേഷമുള്ള ഓരോ ഡെവലപ്മെൻറ്റും ആണ് നിങ്ങളെ കാണിക്കുന്നത്. അത് കണ്ടാൽ പുതിയ ആളുകൾക്ക് അഡീനിയ നട്ടു തുടങ്ങുന്നവർക്ക് ഒരു ചെറിയ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയാസൊക്കെ കിട്ടും, എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, അതിൻ്റെ വളപ്രയോഗമൊക്കെ കേട്ടോ. ഓക്കെ, വളരെ വർഷങ്ങൾ പഴക്കമുള്ള അഡീനിയ ചെടികളാണ് കേട്ടോ ഇതൊക്കെ. ഈ അഡീനിയയുടെ ചെടികളൊക്കെ നമ്മുടെ നേഴ്സറികളിൽ വന്നു തുടങ്ങിയ അവസരത്തിൽ പിങ്കിൻ്റെ വെറൈറ്റികളായിരുന്നു കൂടുതലും. സിംഗിൾ പെറ്റൽസാണ് ആദ്യം ഇറങ്ങിയത്. ഈ പിങ്കിൻ്റെ ആ ഒരു വെറൈറ്റികൾ മാത്രമാണ് അന്ന് നേഴ്സറികളിൽ അവൈലബിൾ ആയിരുന്നു. അന്ന് ഞാൻ സ്വന്തമാക്കിയ ചെടികളാണ് ഇതൊക്കെ. ഇപ്പോൾ ഒത്തിരി വെറൈറ്റി ചെടികൾ ഹൈബ്രിഡ് ഇനത്തിലുള്ളത്, ലെയറായിട്ടുള്ളത്, അതുപോലെ ഒത്തിരി കളേഴ്സ് നമുക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ നമ്മുടെ നേഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എന്തോ എനിക്ക് അങ്ങനെ കൂടുതലൊന്നുമില്ല കേട്ടോ, ഒത്തിരി ഒന്നുമില്ല. ഞാൻ കുറച്ച് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിരുന്നു, പക്ഷെ അത് അത്ര അങ്ങോട്ട് ഹെൽത്തി ആയിട്ട് വന്നിട്ടില്ല. എങ്കിലും അത് നന്നായിട്ട് വരുന്നുണ്ട്. കുറച്ച് സമയം പിടിക്കും. അഡീനിയയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് നാൾ പിടിക്കും. അത് വന്ന് നമുക്ക് പിടിച്ച് കിട്ടി നല്ല ഹെൽത്തി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ചെടികളിൽ ഇതുപോലെ മനോഹരമായിട്ട് പൂക്കളുണ്ടായത് ഞാൻ പ്രൂൺ ചെയ്തതും, അതായത് ഇതിൻ്റെ പ്രൂണിങ്ങിൽ വലിയൊരു കാര്യമുണ്ട്. നമുക്ക് മഴക്കാലം മാറുന്നതോടുകൂടി നമുക്ക് വേനൽ വരുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഈ അഡീനിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള അഡീനിയ ആണെങ്കിൽ അത് പ്രൂൺ ചെയ്ത് തന്നെ നിർത്തണം. എങ്കിലാണ് ഒത്തിരി മുകുളങ്ങൾ വന്ന് പൂക്കളൊക്കെ ഒന്നിച്ച് കട്ടയായിട്ട് നിൽക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഭംഗി. അപ്പോൾ ഞാൻ ഈ പ്രൂൺ ചെയ്തതും അതിൻ്റെ പരിപാലനവും ഒക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കാം ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ, എങ്കിലും തുടക്കക്കാർക്ക് അഡീനിയ വാങ്ങി എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ള ഒരു അറിവ് കിട്ടേണ്ടവർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഇതാണ് ഞാൻ ഹാർഡ് പ്രൂൺ ചെയ്ത എൻ്റെ അഡീനിയ ചെടികൾ. ഈ അഡീനിയ നമ്മുടെ എന്താ പറയുക, ഒരു മഴക്കാലം കഴിഞ്ഞ ഉടനെ നമുക്ക് വേനൽ വരുന്നു കണ്ടാൽ ഉടനെ തന്നെ പ്രൂൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ പ്രൂൺ ചെയ്തിട്ട് 3 ആഴ്ച കഴിഞ്ഞ്, 1 മാസം ആവാനാണ് പോകുന്നത്. ഇതിനകത്ത് ചെറിയ മുകുളങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ ഈ മുകുളങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും വളം ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഈ അഡീനിയയുടെ പോട്ടി മിക്സ് എന്താണെന്ന് പറയും. ഇപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അഡീനിയകളെല്ലാം വളർന്നു വലുതായി, പിന്നെ എനിക്ക് അതിൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് ഈ അഡീനിയയുടെ തൈയോ അല്ലെങ്കിൽ നമുക്ക് നഴ്സറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ചട്ടി ഞാൻ എൻ്റേതായ രീതിയിലേക്ക് ചട്ടിയിലേക്ക് മാറ്റിയത്. ആദ്യം പൊക്കം കുറഞ്ഞ ഒരു 3 ഇഞ്ച് പൊക്കമുള്ള പരന്ന ചട്ടിയായിരുന്നു. അത് മൺചട്ടിയായിരുന്നു. ശരിക്കും ഈ അഡീനിയയ്ക്ക് ഏറ്റവും നല്ല ചട്ടി എന്ന് പറയുന്നത് മൺചട്ടി തന്നെയാണ്. ആ മൺചട്ടിയിൽ കൂടുതലും മണൽ, ഉണക്ക ചാണകപ്പൊടി, കൊക്കോപ്പിറ്റ് വേണ്ട, മണലും നമ്മുടെ തൊടിയിലെ മണ്ണും അതുപോലെ കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ടിട്ട് ആ മിശ്രിതത്തിലാണ് ഞാൻ ഈ അഡീനിയ വെച്ചത്. അഡീനിയ എപ്പോഴും മണ്ണിൻ്റെ അടിയിലേക്ക് കുറേ താഴ്ത്തി കുഴിച്ചിടണ്ട. അതിൻ്റെ അടിയിൽ നമ്മുടെ ഒരു എന്നിട്ട് റൗണ്ടിൽ അതിൻ്റെ തായ്തണ്ട് ഒന്ന് ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ഉരുണ്ടിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാംസളമായിട്ടുള്ള ഭാഗം കുറേ പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ നടണം. അതാണ് അതിൻ്റെ നടീൽ രീതി. അപ്പോൾ കൂടുതൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. ഇതിനൊരു കുറച്ച് വേരുകളൊക്കെ ഉള്ളൂ, കുറച്ച് വെള്ളവും കുറച്ച് മണ്ണും മതി അഡീനിയയ്ക്ക്. അഡീനിയൊക്കെ ഒത്തിരി നാൾ ഒരു മണ്ണും കാര്യങ്ങളൊന്നും ഇല്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രൂൺ ചെയ്തിരിക്കുന്നത് നമ്മൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച്, അധികം തുരുമ്പൊന്നുമില്ലാത്ത കത്തി ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് പ്രൂൺ ചെയ്യുക. പ്രൂൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഉരുണ്ട് ഭാഗം ഉണ്ടല്ലോ, ഓവൽ ഷേപ്പിലുണ്ടെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ മുകളിലേക്ക് ഒരു 5-6 ഇഞ്ച് മുകളിൽ പൊക്കം വെച്ച് തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുക.
അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കതിൽ നിന്നൊരു ഒരു ലായനി വരും, ഒരു വെള്ളം. ആ ഒരു അതിൻ്റെ മുറിച്ച ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു പശ പോലെയുള്ള വെള്ളം നമ്മൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഫംഗിസൈഡായിട്ട് സാഫോ അല്ലെങ്കിൽ പച്ചച്ചാണകമോ പൊത്തി വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് പിന്നെ വേറെ ഒരു രീതിയിലും വെള്ളം ഇറങ്ങാത്ത രീതിയിൽ അത് ഒന്ന് മുറിച്ച ഭാഗം ഒന്ന് അടച്ചു വയ്ക്കുക. പിന്നെ പുറത്തുനിന്നുള്ള ഫംഗസ് ഒന്നും കയറാതിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ തണലുള്ള ഭാഗം, പാർഷ്യലി വെയിലും തണലും കിട്ടുന്ന, തീരെ തണലത്ത് കൊണ്ടു വയ്ക്കരുത്. കാരണം ഇവയ്ക്ക് ഒരു കാരണവശാലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും ഈർപ്പമില്ലാത്തൊരു പ്രതലമായിരിക്കണം. അപ്പോൾ അതിന് വല്ലപ്പോഴും നനയ്ക്കേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇത് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു മാറ്റം, ചെറിയ ചെറിയ മുകളങ്ങളൊക്കെ വന്നേക്കണം, കണ്ടോ. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം മാത്രം നമ്മൾ വളം ചെയ്യുക. അപ്പോൾ വളം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും വലുതായ ചെടിക്ക് എപ്പോഴും ലിക്വിഡ് പരുവത്തിലുള്ള വളം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ അടീനിയയിൽ മുകളങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞാനിതിൻ്റെ കട ഇളക്കി ഒന്നും കൂടി വളം ചെയ്യുകയാണ്. ഞാൻ വളം ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ലിക്വിഡായിട്ടാണ് നമ്മളിതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കട ഒന്ന് ഇളക്കി മണ്ണൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് എയർ പാസിങ് വരുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളം. ഞാനിപ്പോൾ മാർക്കറ്റിൽ നിന്ന് എനിക്ക് അതായത് നന്ന പൗഡറായിട്ടുള്ള എല്ലുപൊടി കിട്ടി. ഇത് നിങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് കാണാനായിട്ട്. ഇതേപോലത്തെ പൗഡറായിട്ടുള്ള എല്ലുപൊടിയാണ് നമുക്ക് ഈ ചെടിക്ക് പറ്റുള്ളൂ. അതുപോലെ ജൈവവളമാണത്. അപ്പോൾ ഇത് നമ്മളതിൻ്റെ കടയിൽ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ ചാണകം നമ്മൾ നേരിട്ട് ഉണക്ക ചാണകം ഇടുകയല്ല ചെയ്യുക. നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ചാണകം ഇത് കണ്ട ഞാൻ കലക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് 2-3 ദിവസം ഉണക്ക ചാണകപ്പൊടി വെള്ളത്തിൽ ഇട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെള്ളത്തിൽ. അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കടയൊക്കെ ഒന്ന് ഇളക്കി ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ എല്ലുപൊടി കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അറിയാമല്ലോ, നമുക്ക് ഇത് നല്ല പൗഡറാണെങ്കിൽ മാത്രമാണ് നേരെ നമുക്ക് മണ്ണിലേക്ക് ഇതിൻ്റെ എല്ലാ ഇഫക്റ്റും ഇറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ വളം നമ്മൾ പൗഡർ രൂപത്തിലുള്ളത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് മതിയാവും, 2 സ്പൂണൊക്കെ നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് മതിയാവും കേട്ടോ ചെടികളിൽ. ഇത് കട ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് സ്പേസ് കുറവാണ്. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ പൗഡർ രൂപത്തിലുള്ളത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചാണകവെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഹാർഡ് പ്രൂൺ ചെയ്ത് മുകളങ്ങൾ ഇതുപോലെ വന്നതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ദ്രാവക രൂപത്തിലുള്ള വളം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 19 നന്നായിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒരു 3 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്ത അല്ലെങ്കിൽ ഇതേപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയ അടീനിയത്തിലൊക്കെ ഇതേപോലെ മുകളങ്ങൾ വന്നു മുട്ടിടാറായിട്ടുണ്ട്. അടീനിയത്തിലൊക്കെ ഇങ്ങനെ മുട്ടായി വന്ന് പൂവായി വിരിയാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. നമ്മളിതുപോലെ പ്രൂൺ ചെയ്ത് കണ്ട നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് തന്നെയല്ല ഭംഗി. ഇതുപോലെ പൂക്കൾ വരുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും. എല്ലാം ഇതുപോലെ റെഡി ആയിട്ടോ. നിങ്ങൾ ചെയ്യുന്നതായിരിക്കാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാണ്. എല്ലാത്തിലും മുകളങ്ങൾ വന്നു. ചിലതിലൊക്കെ പൂക്കളായി വരുന്നുണ്ട്. കണ്ടോ, നിറയെ മുകളങ്ങളായി. ഇതുപോലെ നിങ്ങളൊന്ന് പ്രൂൺ ചെയ്തോളൂ കേട്ടോ. നമ്മുടെ അടീനിയത്തിൽ നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്ത് സമയാസമയങ്ങളിൽ നമ്മൾ വളമൊക്കെ കൊടുത്തതിന് ശേഷം വന്ന മാറ്റമാണിത്. ഒത്തിരി മുകളങ്ങൾ വന്നിട്ടുണ്ട്, നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുണ്ട്. എല്ലാത്തിലും തന്നെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. ഒത്തിരി ശിഖരങ്ങൾ വന്ന് ഒത്തിരി പൂക്കളാവുമ്പോൾ ഉണ്ട് ഇതിന് പ്രത്യേക ഒരു ഭംഗി. എല്ലാത്തിനും തന്നെ മുട്ടുകളായി. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് പ്രൂൺ ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് 2 ദിവസം മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്നെടുത്ത് മാറ്റി വെച്ചു. ഒരു കാരണവശാലും മഴയത്ത് വെക്കരുത്. ഇതിൻ്റെ മുട്ടുകളായി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം വീണാൽ പിന്നെ ആ മുട്ടുകൾ അധികം ലൈഫ് ഉണ്ടാവില്ല, അത് പെട്ടെന്ന് പോകും.
ചീഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇല ചുരുട്ടി പോകുന്ന തരത്തിൽ ഒരു പുഴു വരും, ഒരു കറുത്ത നല്ല കൊമ്പൊക്കെ ഉള്ളൊരു തരം പുഴു. അത് നമ്മൾ ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഒരു പക്ഷേ തീരെ പറ്റണില്ല, അത് എപ്പോഴും ചുരുണ്ട് ഇല ഇങ്ങനെ ചുരുട്ടി പോവുകയാണെങ്കിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കീടനാശിനി ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ട നല്ല മനോഹരമായിട്ട് പൂക്കളൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അഡീനിയൊക്കെ ഇതുപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് നോക്കിക്കോളൂ. ഈ രീതിയിൽ ഒന്ന് കെയർ ചെയ്താൽ നല്ല പൂക്കൾ കിട്ടും.